മധു കാങ്കരി എഴുതിയ ഫയൽ എന്ന സ്റ്റോറിയാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് ശ്യാംലി, തൃപ്തിദി, പിങ്കി, ഇവർ മൂന്നുപേരാണ് മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇത് കൂടാണ്ട് അല്ലാത്ത കുറച്ച് ക്യാരക്ടേഴ്സ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് തൃപ്തിദി, ശ്യാംലി, അതുപോലെ ശ്രീകാന്ത്, ഇവർ മൂന്ന് പേരും ഇങ്ങനെ വട്ടം ചുറ്റിയിരുന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൃപ്തിദി ശ്യാംലിനോട് ചോദിക്കും, നിനക്ക് ഇവർ സംസാരിക്കുന്നത് ജീവനും അനുഭൂതിയും ഇതിനൊക്കെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ശ്യാംലിനോട് ചോദിക്കും, ഈ ദുനിയയിൽ ഏറ്റവും വലിയ സുഖം എന്താണ്, ഈ ലോകത്തെ ഏറ്റവും വലിയ സുഖം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരം ശ്യാംലിക്ക് അറിയില്ല. ഇവളിങ്ങനെ മാനത്ത് നോക്കിയിരിക്കും, നമ്മളിരിക്കുന്ന പോലെ മാനത്തേക്ക് നോക്കിയിരിക്കും. അപ്പോൾ തൃപ്തിദി തന്നെ പറയും, ഈ ലോകത്തെ ഏറ്റവും വലിയ സുഖം നിസ്വാർത്ഥ സാത്വിക് സുഖം, അതായത് ഈ നിഷ്കാമകർമ്മം എന്നൊക്കെ പറയില്ലേ, അതായത് ഈ പ്രതിഫലം ആഗ്രഹിക്കാത്ത സേവയില്ല, അതാണ് ഈ നിസ്വാർത്ഥ സാത്വിക് സുഖ്. ശ്രീകാന്തിനപ്പോൾ ഈ നിസ്വാർത്ഥ സാത്വിക് സുഖ് എന്നൊക്കെ ഈ വലിയ വാക്ക് പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവൻ ആദ്യം വിചാരിക്കും അതേതോ പക്ഷിയുടെ പേരാണെന്ന്. പിന്നെ അവൻ ചോദിക്കും എന്ത് പക്ഷിയാണെന്ന്. പക്ഷെ അവർ കളിയാക്കും. അതുകൊണ്ട് അവൻ തിരിച്ച് ചോദിക്കും, ഇതെപ്പോഴാണ് നിങ്ങൾ അനുഭവിച്ചത്? അതിന് ആൻസറായിട്ട് തൃപ്തിദി പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ്. അത് ഈ കൽക്കത്തയിലുള്ള ക്രിസ്ത്യൻസ്, അതായത് ഈസായി ധർമ്മ ക്രിസ്ത്യൻ മതവിശ്വാസികൾ, മതത്തിൽ പെട്ട കുറച്ച് പേര് ചേർന്നിട്ട് അവിടുത്തെ സ്ട്രീറ്റ് ചിൽഡ്രന് വേണ്ടിയിട്ട് ഒരു സ്വയം സേവാ സംസ്ഥ ഉണ്ടാക്കും. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കും. അവിടെ ഈ സ്ട്രീറ്റിലൊക്കെയുള്ള വീടില്ലാത്ത, ഭക്ഷണമില്ലാത്ത കുട്ടികൾക്ക് വീടും ഭക്ഷണമൊക്കെ നൽകി അവരെങ്ങനെ സംരക്ഷിക്കും. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവർ. അതായത് ഭാരതീയ മതത്തെയും പാശ്ചാത്യ ധർമ്മത്തെയും ഒക്കെ പറ്റിയും അങ്ങനെ കുറേ ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഫീൽഡ് വർക്കർ ഓടി വന്നിട്ട് തൃപ്തിദി ചുനിയുടെയും മംഗളയുടെയും അമ്മയും അച്ഛനും വന്നിട്ടുണ്ടെന്ന് പറയും. അത് ഈ സിനി ആശയിലുള്ള 2 കുട്ടികളാണ്, ചുനിയ, മംഗള. ഇവരുടെ അച്ഛനെന്ന് പറയുന്നത് രംഗ് മേസ്ത്രി, അയാളൊരു മേസ്തിരിയാണ്. അമ്മ പച്ചക്കറിയൊക്കെ വിൽക്കുന്ന ഒരു സ്ത്രീയാണ്. 2 പേരും ജോലിക്ക് പോകുമ്പോൾ ഈ കുട്ടികളെ നോക്കാൻ ആരുമില്ല. ഇവരാണെങ്കിൽ ഈ പാറി പക്ഷികൾ നടക്കുന്ന പോലെ ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് കറങ്ങി നടക്കുകയും അറിയാത്ത ആൾക്കാരോട് സംസാരിക്കുകയും ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഒരാൾ വഴിയാണ് ഈ സിനിയാശിനെ പറ്റി രംഗ് മേസ്ത്രി അറിയുന്നത്. അങ്ങനെ 2 പെൺമക്കളെയും വീട്ടിൽ മറ്റാരും നോക്കാനില്ലാത്തത് കൊണ്ട് ആക്കുന്നതാണ്. ഈ ചുനിയെയും മംഗളയും ഭയങ്കര വികൃതി പിടിച്ച കുട്ടികളാണ്. അപ്പോൾ ഇവരുടെ വികൃതി കാരണം സഹികെട്ട് തൃപ്തിദി തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ അച്ഛനും അമ്മേനെയും വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കാൽ പിടിക്കുന്നുണ്ട്, ഒരുപാട് കരഞ്ഞു പറയണം, ഇനി എൻ്റെ മക്കൾ അങ്ങനെ തെറ്റൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം പിന്നെ അവരവിടെ തന്നെ നിർത്താണ്. അപ്പോൾ ഈ രംഗ് മേസ്ത്രി 2 പേരുടെ കയ്യിൽ 10 രൂപേൻ്റെ ഓരോ നോട്ട് കൊടുത്തിട്ടാണ് പോണത്. അങ്ങനെ ഇവർ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടന്നതല്ലേ. അപ്പോൾ ഇവിടുത്തെ വാർഡൻ്റെ വഴക്കും ഓരോ റൂൾസും ഒക്കെ കാരണം സഹികെട്ട് ഒരു ദിവസം അച്ഛൻ കൊടുത്ത 2 പേരുടെ കയ്യിലും കൂടി 20 രൂപയുണ്ടല്ലോ, ആ ഒരു കോൺഫിഡൻസിൽ സ്റ്റേഷനിലേക്ക് പോവും. അവിടെ പോയി തിക്കും തിരക്കും വണ്ടീൻ്റെ സൗണ്ടും എല്ലാം കൂടി കേട്ടിട്ട് 2 പേരും കൂടി ഭയങ്കരമായിട്ട് പേടിച്ച് കരയുമ്പോൾ ഒരാളിവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കും. അവിടെ വച്ചിട്ടാണ് സിനി ആശേൻ്റെ നമ്പർ കിട്ടുന്നതും ഇവരിങ്ങനെ അവിടുത്തെ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതും. അങ്ങനെ അവിടുത്തെ ഒരു ലേഡി സ്റ്റാഫ് ഈ കുട്ടികളെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് പോവും. തിരിച്ച് ട്രെയിനിൽ കയറുന്ന സമയത്ത് ഈ ട്രെയിൻ എടുക്കുമ്പോൾ ഈ പിള്ളേർ 2 പേരും കൂടി കിടന്ന് വിളിക്കാൻ തുടങ്ങും, അയ്യോ ഞങ്ങൾക്ക് ഈ സ്ത്രീയെ അറിയത്തില്ലേ, ഇവർ ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഞങ്ങളെ തട്ടിക്കൊണ്ടു പോവാണ്, ഞങ്ങളെ കണ്ണും കൈയൊക്കെ എടുക്കും, ഞങ്ങളെ ഭിക്ഷയ്ക്കിരുത്തും, ഇവർ ഞങ്ങളെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒച്ചത്തിൽ കിടന്ന് ബഹളം വയ്ക്കും. ഇത് കേട്ട് യാത്രക്കാരെല്ലാം കൂടി ഓടി വന്ന് അവരുടെ യാത്രീധർമ്മം, അതായത് 2 കുട്ടികളെ അവരെ സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഈ സ്ത്രീയെ സത്യം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ വാസ്തവം എന്താണെന്ന് പോലും തിരക്കാണ്ട്, ആ സ്ത്രീ പറയുന്നത് പോലും മനസ്സിലാക്കാണ്ട് ഒരുപാട് ഉപദ്രവിക്കുകയാണ്. അവസാനം ആരൊക്കെയോ ചേർന്ന് ഈ സ്ത്രീയെ കൊല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് ആക്കും. ഇതുപോലെ ഒരുപാട് കുട്ടികളുടെ ഫയൽ അവിടെ ഉണ്ട്. പക്ഷേ അതിലൊക്കെ കംപ്ലീറ്റ് ആവാത്ത ഒരു ഫയലാണ്
പിങ്കി എന്ന പെൺകുട്ടിയുടെ ഫയൽ. അപ്പോൾ ശ്യാമിലി ചോദിക്കുകയാണ്, ആ ചുരുണ്ട തലമുടിയുള്ള അവളല്ലേ? അപ്പോൾ തൃപ്തി പറയും, അതെ, അവൾ ഇത്തിരി പ്രോബ്ലം ചൈൽഡാണ്, കുറച്ച് കുഴപ്പക്കാരിയാണ്. അവളുടെ ഫയൽ കംപ്ലീറ്റ് ആക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ ആ ഒരു വർക്ക് ശ്യാമിലിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ശ്യാമിലി നോക്കുകയാണ് ഒരുപാട് പേരുടെ, അതായത് പൊളിറ്റീഷ്യൻസിൻ്റെ, വേശ്യകളുടെ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുടെ ഇൻ്റർവ്യൂസൊക്കെ എടുത്തിട്ടുള്ളവളാണ് ഈ ശ്യാമിലി. അപ്പോൾ ഇതൊക്കെ നിസ്സാരം അങ്ങനെ വിചാരിച്ചിട്ട് ഈ ഒരു ദൗത്യം അവൾ ഏറ്റെടുക്കുകയാണ്. ഈ പിങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സുന്ദരിയാണ്, അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യും, ചുരുണ്ട തലമുടിയാണ്. അതുപോലെ വളരെ നന്നായിട്ട് നൃത്തത്തിലും സംഗീതത്തിലുമൊക്കെ കഴിവുള്ളവളാണ്. ഇവളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ഈ മെൻ്റൽ പേഷ്യൻസിനെയൊക്കെ ശരിയാക്കാനുള്ളൊരു കഴിവുണ്ട്. അവളുടെ നൃത്തത്തിലൂടെയും അവളുടെ സേവ, അല്ലെങ്കിൽ അവളുടെ ആ ഒരു മറ്റുള്ളവരെ സേവിക്കുന്ന ആ ഒരു ബിഹേവിയറിലൂടെയും അല്ലാണ്ട് അവളുടെ പെരുമാറ്റത്തിലൂടെയും ഒക്കെ ഇവൾക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാനും അവരെ ശരിയാക്കാനും ഒക്കെയുള്ള ഒരു കഴിവുണ്ട്. ഈ പിങ്കിയുടെ അമ്മ സോനാഗാച്ചി, അതായത് ഈ റെഡ് സ്ട്രീറ്റ് പോലത്തെ ഒരു സ്ഥലമാണ് ഈ സോനാഗാച്ചി. അവിടെ ഒരു രണ്ടി, അതായത് വേശ്യയായിരുന്നു. അപ്പോൾ ആ സ്ത്രീ ഇവളെയും അവരുടെ പോലെ ആക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ട്രൈ ചെയ്തത്. 11 മുതൽ 14 വയസ്സിനിടയ്ക്ക് ഇവൾ ഒരുപാട് തവണ റേപ്പിന് ഇരയായിട്ടുണ്ട്. അതെല്ലാം ഇവളുടെ അമ്മേനെ തേടി വന്ന ആൾക്കാരാണ് ഇവളെ റേപ്പ് ചെയ്തത്. അങ്ങനെ ഇവളെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്തിട്ട് ആദ്യം ഓൾ ബംഗാൾ ചിൽഡ്രൻ വെൽഫെയർ ഹോമിലേക്ക് അയക്കും. അവിടെ വെച്ചിട്ടൊരു പെൺകുട്ടി ഇവളുടെ അമ്മേനെ പറ്റി അറിഞ്ഞിട്ട് ചോദിക്കുമ്പം ഇവൾ അവളുടെ തല പിടിച്ച് ചെമ്മരിലടിക്കും. അങ്ങനെ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഇവളെ മെൻ്റൽ കേസാണെന്നും പറഞ്ഞിട്ട് അന്താരാഗ്രാം മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കും. അവിടെയാണെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവരും മന്ദബുദ്ധികളും ഒക്കെയാണുള്ളത്. ഇവൾക്ക് മാനസികമായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവിടുത്തെ ആൾക്കാരാണെങ്കിൽ ഇവളുടെ ബെഡിലൊക്കെ തുപ്പി വയ്ക്കുകയും അങ്ങനെ ഭയങ്കര ഉപദ്രവമാണ്. ഡ്രസ്സിലും ബെഡിലൊക്കെ തുപ്പി വയ്ക്കും. അങ്ങനെയൊക്കെ സഹിക്കാൻ പറ്റാണ്ട് ഭയങ്കര ഡാർക്കാകുമ്പോൾ ഇവൾ ഡോക്ടറിനോട് പറയും, എനിക്കിവിടെ പറ്റത്തില്ല, എന്നെ എന്തിനാണ് ഈ മന്ദബുദ്ധികളുടെ കൂടെ ഇട്ടേക്കുന്നത്, എനിക്ക് ഈ ഭ്രാന്തന്മാരുടെ കൂടെ നിൽക്കാനും മാത്രം ഭ്രാന്തൊന്നും ഇല്ലയെന്ന് പറയും. പക്ഷേ ഡോക്ടർ പറയും, മര്യാദയ്ക്ക് ഇവിടെ കിടന്നോ, ഇല്ലേ നിന്നെ ഞാൻ പിടിച്ച് ചങ്ങലക്കിടും എന്ന് പറയും. അങ്ങനെ ഇവൾ ദേഷ്യം വന്നിട്ട് ഡോക്ടറിൻ്റെ കൈ കടിക്കും. ഇവളെ പട്ടികളിടും പോലെ ഡേ ഫുള്ള് ഇങ്ങനെ ചങ്ങലയിലിട്ടേക്കും. അവസാനം ഒരു സഹൃദയനായിട്ടുള്ള നല്ല മനസ്സുള്ള ഒരു സൈക്യാട്രിസ്റ്റ് വരികയും അവിടെ നിന്ന് ഇവളെ രക്ഷിച്ച് സിനിയാശയിൽ അയക്കുകയും ചെയ്യും. ഇവിടെ വച്ചിട്ടും നൃത്തത്തിനിടയ്ക്ക് ഇവളുടെ മനോഹരമായിട്ടുള്ള നൃത്തം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു പെൺകുട്ടി വയ്ക്കും, ഇത് നിൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് പഠിച്ചാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവൾ ദേഷ്യത്തിന് ആ പെൺകുട്ടിയുടെ കൈയിനെ പിടിച്ച് തിരിക്കും. ഏകദേശം ജസ്റ്റ് മിസ്സിന് അവളുടെ കൈ ഒടിയാണ്ട് രക്ഷപ്പെടും. അങ്ങനെ പിന്നെയും പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ വിടാണ്ട് വേറെ വഴിയില്ല. കാരണം ഇവളിവിടെ നിന്നാൽ ബാക്കി കുട്ടികൾക്ക് ആപത്താണെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒക്കെ പറഞ്ഞിരിക്കും. അങ്ങനെ ഇരിക്കെ ശ്യാമിൽ ഇവളുമായിട്ട് ഇത്തിരിയൊക്കെ അടുക്കാനൊക്കെ നോക്കും. അങ്ങനെ ഇരിക്കെ ദുർഗാപൂജ വരാണ്. അതെന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു മഹാ ഉത്സവം എന്നൊക്കെ പറയുന്ന പോലെ കൊൽക്കത്തയിലെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് ഈ ദുർഗാപൂജ. ആ സമയത്ത് അച്ഛനും അമ്മയുള്ള കുട്ടികൾ, പോകാനൊരു ഇടം ഉള്ള കുട്ടികൾ എല്ലാവരും അവരുടെ ഫാമിലിയായിട്ട് ദുർഗാപൂജ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവധിക്ക് വീട്ടിൽ പോകും. അപ്പോൾ വേറെ പോകാനൊരു സ്ഥലമില്ലാത്ത, ആരോരും ഇല്ലാത്ത കുട്ടികൾ അവിടെ വരാന്തയിൽ നിന്നിട്ട് സമപ്രായക്കാരായ കുട്ടികൾ ഈ പൂജ സെലിബ്രേറ്റ് ചെയ്യുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അതിൽ അക്കൂട്ടത്തിൽ പിങ്കിയും ഉണ്ട്. ശ്യാമിലി അങ്ങനെ ഇവൾക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ്, നമുക്ക് ദുർഗാപൂജ കാണാൻ പോകാമെന്ന്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു നിമിഷം അവളിങ്ങനെ ഹാപ്പിയാവും. എന്നിട്ട് പറയും, ഇല്ല ആൻറ്റി, ഞാൻ ബിസിയാണ് എന്ന് പറഞ്ഞിട്ട് സിഗ്നിങ്ങിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും. സിഗ്നിങ് എന്ന് പറഞ്ഞാൽ ഈ വയ്യാണ്ടാവുന്ന ആൾക്കാരെ പരിചരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പുതിയതായിട്ട് ഡ്രഗ് അഡിക്റ്റായ ഒരു കുട്ടി വന്നിട്ടുണ്ട്. ഭോല എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ അച്ഛനൊരു വൈൻ ഷോപ്പുണ്ട്. അമ്മ ഇങ്ങനെ 5 രൂപയ്ക്ക് വാടക പോലെ ഇരുന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ മദ്യം അല്ലെങ്കിൽ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ റൂം പോലെ കൊടുക്കും. അങ്ങനത്തെ സെറ്റപ്പാണ്. അങ്ങനെ ഇവൻ അവരുടെ കൂടെ ഹെൽപ്പറായിട്ട് നിന്ന് ഇവനും ഇതിലേക്കൊക്കെ ആയിപ്പോവാണ്. അങ്ങനെ 3-ാം ദിവസം ശ്യാമിലിനോട്
പിങ്കി ഒരു കാര്യം ചോദിക്കുകയാണ്. അവൾ ഒരുപാട് ദിവസമായി അവളുടെ മുത്തശ്ശീനെ കണ്ടിട്ട്, അപ്പോൾ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്യാമിലി ഇങ്ങനെ ആലോചിക്കും. തൃപ്തിദി അവളെ സമ്മതിക്കത്തില്ല. കാരണം ഈ മുത്തശ്ശീനെ കാണിക്കാൻ കൊണ്ടുപോയാൽ അമ്മ അറിയും. അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവളെ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോകും. അത് ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇവളെ പിന്നെയും ആ ഒരു പഴയ അമ്മയുടെ പോലെ ആ ഒരു മോശം സ്ഥലത്തേക്ക് കൊണ്ടുവിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്യാമിലിക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവളിങ്ങനെ ആലോചിക്കും. പിങ്കി ഇങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ആൻറ്റി എന്നെ കൊണ്ടുപോകുമോ, എനിക്ക് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇവൾക്ക് ഇവളുടെ ഫയലും കംപ്ലീറ്റ് ചെയ്യണം, പിങ്കീനെ ഹാപ്പി ആക്കണം, 2 കാര്യം നടക്കണം. ഇവൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റും വേണം. അങ്ങനെ ഈ ശ്യാമിലി ഒരു പ്ലാൻ ഇടും. മുത്തശ്ശീനെ ഇവിടെ കൊണ്ടുവരാം. അങ്ങനെ പിങ്കിനോട് പറയാണ്, ഞാൻ നിനക്ക് മുത്തശ്ശീനെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു തരാം, പക്ഷേ നീ എനിക്ക് തിരിച്ചൊരു ഹെൽപ്പ് ചെയ്യണം, എൻ്റെ ഫയൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ പിങ്കിയുടെ എക്സ്പ്രഷൻ മൊത്തം മാറും, അവളുടെ ഫേസ് ഫുള്ള് മാറും. എന്നിട്ട് ഇവിടെ പറയാണ്, ആൻറ്റിക്കറിയോ, എൻ്റെ അമ്മ എന്നോട് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ ഈ ഫയലുകൾ എൻ്റെ ലൈഫിനെ ഇങ്ങനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവൾ പറയാണ്, ഇവൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറ്റി. അപ്പോൾ ഇവൾ ഇതൊക്കെ മറന്ന് നോർമലായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അതിനിടയ്ക്ക് ഇവൾക്കൊരു റിലേഷൻഷിപ്പ്, ഒരു ബോയായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു. പക്ഷേ അവൻ ഇവളറിയാണ്ട് എങ്ങനെയൊക്കെയോ ഇവളുടെ കാര്യമൊക്കെ അറിയുന്നു. മെല്ലെ മെല്ലെ ഇവളെ അങ്ങ് നൈസായിട്ട് തേക്കും, ഇവളെ അങ്ങ് ഒഴിവാക്കും. ഒരു ദിവസം ഇവൾ രണ്ടും കൽപ്പിച്ച് ഇവൻ അന്വേഷിച്ച് അവൻ്റെ വീട്ടിൽ പോകും. വീട്ടിൽ പോകുമ്പോൾ അവൻ പറയുന്നത് ഏഷ്യയുടെ മോള് ഏഷ്യ. അങ്ങനെ ഭയങ്കര മോശമായിട്ട് ഇവളെ അപമാനിച്ച് എന്തോ ഒരു നികൃഷ്ട ജന്തുവിനെ പോലെ ഇവളെ അട്ടിപ്പായിക്കുകയാണ്. ഇതിന് ശേഷം ഇവൾക്ക് ഭയങ്കര വിഷമാവും. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇവളുടെ ഫയൽ കംപ്ലീറ്റ് ആവാണ്ടിരിക്കുന്നത്. ഒന്നാമത് ആരെങ്കിലും എന്തെങ്കിലും ഇവളുടെ അമ്മയെ പറ്റി പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമല്ല. അതുപോലെ ഇവളുടെ പാസ്റ്റ് ആരും ചോദ്യം ചെയ്യുന്നതോ ചൂഴ്ന്നെടുക്കുന്നതോ അവൾക്ക് ഇഷ്ടമല്ല. ഇതൊക്കെയാണ് ഇവളുടെ ഫയൽ ഇതുവരെയും കംപ്ലീറ്റ് ആവാത്തതിൻ്റെ ഒരു റീസൺ. അപ്പോൾ ഇത് കേൾക്കുമ്പം ശ്യാമിലി നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാവും. കാരണം ഇങ്ങനെ പിങ്കി ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൾ നൈസായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മാറും. അടുത്ത ദിവസം പിങ്കീൻ്റെ അടുത്ത് ഈ ഫയലും കൊണ്ട് പോയിട്ട് ചോദിക്കും, പിങ്കി നീ ഇതെനിക്ക് കാണിച്ചാൽ ഇതിലെവിടെയാണ് നിന്നെ പറ്റിയിട്ട് എഴുതിയിരിക്കുന്നത്? അപ്പോൾ പിങ്കി ഇത് ഫുള്ള് നോക്കും. എന്നിട്ട് പറയും, ആൻറ്റി ഈ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഇവിടെ ഒന്ന് നോക്കിക്കേ, എനിക്ക് അത്ര ഇംഗ്ലീഷൊന്നും അറിയത്തില്ല, ആൻറ്റി നോക്കുമെന്ന് പറയും. അപ്പം പിങ്കിയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ശ്യാമിലി ഫയൽ എന്തൊക്കെയോ എഴുതും. അപ്പോൾ പിങ്കി ചോദിക്കും, ആൻറ്റി ഇതെന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ശ്യാമിലി പറയും, ഇവിടെ ഫയലുകൾ എഴുതത്ത് മാത്രമേ ഉള്ളൂ. കാരണം ഈ ലോകം എന്ന് പറയുന്നത് ഫയലുകളുടെ ലോകമാണ്. ഇവിടെ ഫയൽ എഴുത മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതാരും ഇതിൻ്റെ പേജ് മറിച്ച് നോക്കത്തില്ല. തൃപ്തിദിയോട് എന്ത് മറുപടി പറയും എന്ന് ശ്യാമിലിനോട് പിങ്കി ചോദിക്കുകയാണ്. അപ്പോൾ ശ്യാമിലി പറയാണ്, ഇതിന് മുന്നേ ഞാൻ കുറച്ച് കുട്ടികളുടെ ഫയലൊക്കെ തയ്യാറാക്കി കൊടുത്ത്, പക്ഷേ അത് അതുപോലെ എടുത്ത ഷെൽഫിൽ വെച്ചതല്ലാണ്ട് ആരും ഇതുവരെ തുറന്നു പോലും നോക്കിയിട്ടില്ല. അപ്പോൾ അതുപോലെ അക്കൂട്ടത്തിലൊരു ഫയലായിട്ട് ഈ പിങ്കിയുടെ ഫയലും മാറും. ഇതൊന്ന് കംപ്ലീറ്റ് ആക്കി എന്ന് ഒരു പേര് മതി. അത് കഴിഞ്ഞാൽ ഈ ഫയൽ പിന്നെയും ഇങ്ങനെ ഷെൽഫിലിരിക്കേണ്ടതാണ്. ഇത് പറഞ്ഞിട്ടാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത്. ഇങ്ങനെ ഈ ശ്യാമിലി പറയുമ്പോഴത്തേക്കിനും പിങ്കിയുടെ പ്രഭാതകിരണം പോലെ അതുപോലെ ഡാർക്കായിട്ടിരുന്ന പിങ്കിയുടെ ഫേസിൽ ഒരു പുതിയൊരു പ്രകാശം വരുന്നത് പോലെയും അവൾ പഴയതെല്ലാം മറന്ന് ഒന്ന് ഓപ്പൺ ആകുന്ന പോലെ, ഒന്ന് ഫ്രീ ആവുന്ന പോലെ കാണിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ സ്റ്റോറി തീരുന്നത്. ഇതാണ് ഫയൽ എന്ന സ്റ്റോറി.